രതീഷ്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കീഴ്ക്കോടതി വെറുതെ വിട്ട രണ്ട് പ്രതികൾ, 10-ാം പ്രതി KK കൃഷ്ണനും 12-ാം പ്രതി ജ്യോതി ബാബുവും, അവരെ കൂടി ഹൈക്കോടതി ശിക്ഷിച്ചിരിക്കുന്നു. അവരും കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. ആ പ്രതികളെ 26-ന് ഹൈക്കോടതിയിൽ ഹാജരാക്കാനാണ് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമുക്കൊപ്പം കേസിലെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ കുമാരൻകുട്ടിയുണ്ട്. അദ്ദേഹത്തിന് ഈ ഫോൺ കൈമാറാം. അദ്ദേഹം ഈ വിധിയുടെ കൂടുതൽ വിശദാംശങ്ങൾ കൈമാറും. ഈ വിധിയുടെ വിശദാംശങ്ങൾ എന്തായാലും വിധി വായിച്ചു നോക്കിയിട്ടേ പറയാൻ പറ്റുള്ളൂ. ഇപ്പോഴേതായാലും കീഴ്ക്കോടതി ശിക്ഷിച്ചിട്ടുള്ള എല്ലാവരുടെയും ശിക്ഷ കോടതി ശരിവച്ചിട്ടുണ്ട്. അതുകൂടാതെ കണ്ട് വിട്ടയക്കപ്പെട്ടിരുന്ന 10-ാം പ്രതി കൃഷ്ണനെയും 12-ാം പ്രതി ജ്യോതി ബാബുവിനെയും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടിട്ടുണ്ട്. അവരെല്ലാം തന്നെ 26-ാം തീയതി കോടതിയിൽ ഹാജരാവാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. പിന്നെ 1 മുതൽ 7 വരെ പ്രതികളുടെയും ഒക്കെ തന്നെ ശിക്ഷ പോരാ എന്നുള്ള ആ കാര്യത്തിൽ എൻഹാൻസ് പണിഷ്മെന്റ് കൊടുക്കേണ്ട കാര്യത്തിൽ അവരെ കേൾക്കേണ്ടതുണ്ട്. ആ കേൾക്കുന്നതിന് വേണ്ടി അവരെയൊക്കെ ഹാജരാക്കാൻ വേണ്ടി കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. വിശദാംശങ്ങൾ ജഡ്ജ്മെന്റ് വായിച്ചു നോക്കിയിട്ട് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. താങ്ക് യു. സ്പെഷ്യൽ പ്രോസിക്യൂട്ടറുടെ പ്രതികരണമാണ് കേട്ടത്. 10-ഉം 12-ഉം പ്രതികളെ അവരുടെ ശിക്ഷ വെറുതെ വിട്ടതിനെതിരെ അത് റദ്ദാക്കിയിരിക്കുകയാണ്. അവരെ 26-ന് കോടതിയിൽ ഹാജരാക്കണമെന്ന ഒരു നിർദ്ദേശം കൂടി കോടതി നൽകിയിരിക്കുന്നു. KK കൃഷ്ണൻ, ജ്യോതി ബാബു എന്നിവരാണ് 10-ഉം 12-ഉം പ്രതികൾ. അവരും കുറ്റക്കാരാണ് എന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം നേരത്തെ 12 പ്രതികളാണ് തങ്ങളുടെ ശിക്ഷ വിധിക്കെതിരെ അപ്പീൽ നൽകിയത്. ആ അപ്പീലുകൾ തള്ളുകയാണ്. അതായത് ശിക്ഷാവിധി കോടതി ശരിവച്ചിരിക്കുന്നുവെന്നാണ്. എസ് രാഗിനിലേക്ക് വീണ്ടും. രാഗിൻ, KK രമ നൽകിയ അപ്പീലുണ്ട്, ഒപ്പം തന്നെ സർക്കാർ നൽകിയ അപ്പീൽ, ഇക്കാര്യങ്ങളിൽ കൂടി തീരുമാനങ്ങൾ വന്നിട്ടുണ്ടോ? അതിലാണ് വെറുതെ വിട്ട 2 പ്രതികളെ ഇപ്പോൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അതായത് KK രമ നടത്തിയ പോരാട്ടം, ആ പോരാട്ടവുമായി ബന്ധപ്പെട്ട് 24 പ്രതികളുടെ കാര്യമാണ് അവർ മുന്നോട്ട് വച്ചിരുന്നത്. 24 പ്രതികളെയാണ് അന്ന് കീഴ്ക്കോടതി വെറുതെ വിട്ടത്. അത് P മോഹൻ ഉൾപ്പെടെയുള്ളവരുണ്ടായിരുന്നു. അതിൽ 2 പേരെ കൂടി ഉൾപ്പെടുത്താൻ തീരുമാനിക്കുമ്പോൾ അതിൽ KK രമ നടത്തിയ പോരാട്ടത്തിന്റെ ഒരു ഭാഗിക വിജയം കൂടിയാണ് എന്ന് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയും. ഇതോടൊപ്പം നേരത്തെ പ്രതികൾ മുന്നോട്ട് വെച്ച അപേക്ഷ അത് തള്ളുകയാണ് ഉണ്ടായത്. പ്രതികളുടെ പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത് ഈ FIR-ൽ എത്ര പ്രതികളുണ്ടെന്ന് കൃത്യമായി പറയുന്നില്ല. മാത്രമല്ല തങ്ങളെ അടക്കം പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്തിയത് അതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നതായിരുന്നു പ്രതികളുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു ഇനമായി മുന്നോട്ട് വെച്ചിരുന്നത്. പക്ഷേ അത് കോടതി തള്ളുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് കീഴ്ക്കോടതി വിധിച്ച ശിക്ഷ കോടതി ശരിവെക്കുകയാണ്. അവരെ ഒഴിവാക്കാൻ കഴിയില്ല എന്ന് കൂടി കോടതി ഇപ്പോൾ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കുകയാണ്. ആ 12 പ്രതികളുടെ കാര്യമാണ് നേരത്തെ സൂചിപ്പിച്ചത്. ഈ 12 പ്രതികളിൽ 3 CPM-ഉമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ആളുകൾ ഉണ്ടായിരുന്നു. അതിലൊന്ന് PK കുഞ്ഞനന്ദനായിരുന്നു. പക്ഷേ കുഞ്ഞനന്ദൻ 2020-ൽ ഈ ശിക്ഷാ കാലയളവിൽ അദ്ദേഹം മരിച്ചുപോയിരുന്നു. മറ്റൊന്ന് KC രാമചന്ദ്രനായിരുന്നു. കുന്നുമക്കൽ ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്നു അദ്ദേഹം. അതോടൊപ്പം തന്നെ ട്രൗസർ മനോജും ഉണ്ടായിരുന്നു. ഇവരുടെ അടക്കം ശിക്ഷ ഇപ്പോൾ സ്റ്റാൻഡ് ചെയ്യുന്നു എന്നതാണ് കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നതെന്ന് പറയാം. എന്തായാലും വിധിയുടെ പൂർണ്ണ വിശദാംശങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. ഈ TP കേസ് സമാനതകളില്ലാത്ത രീതിയിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ടൊരു കേസാണ്. മാത്രമല്ല ഈ രാഷ്ട്രീയ കൊലപാതകം സംബന്ധിച്ചുള്ള ഒരു സുപ്രധാനമായിട്ടുള്ളൊരു നിരീക്ഷണവും അന്ന് വിചാരണ കോടതി നടത്തിയിരുന്നു. അന്ന് CPM വിട്ട് RMP എന്ന് പറയുന്ന പാർട്ടി ഉണ്ടാക്കിയ ആളാണ് TP ചന്ദ്രശേഖരൻ. അതിൻ്റെ വൈരാഗ്യ നിമിത്തം കൊലപ്പെടുത്തി TP ചന്ദ്രശേഖരനെ എന്നതായിരുന്നു പ്രോസിക്യൂഷൻ കേസ്. പ്രോസിക്യൂഷന്റെ ആ വാദം അന്ന് കീഴ്ക്കോടതി ശരിവച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ അതിനുശേഷം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം പ്രതികൾ അപ്പീൽ ഹർജിയുമായി എത്തിയത്. പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന് ആവശ്യപ്പെട്ടുള്ള പ്രോസിക്യൂഷന്റെ അപ്പീലിൽ തീരുമാനമായിട്ടുണ്ടോ? അത് സംബന്ധിച്ചുള്ള കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നത് അത് കോടതി പരിശോധിക്കുന്നു, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും പ്രധാനമായും പറയേണ്ട ഒരു കാര്യം, വിചാരണ കോടതി വിധിച്ച ശിക്ഷ അത് കോടതി ശരിവച്ചിരിക്കുന്നു. ജീവപര്യന്തം കഠിന തടവിനാണ് ശിക്ഷിച്ചത്. ഇതോടൊപ്പം തന്നെ പിഴയും ഉണ്ടായിരുന്നു. അതായത് നിലവിൽ ആ പ്രതികൾ കുറ്റക്കാരാണ് എന്ന് തന്നെ കോടതി വ്യക്തമാക്കുകയാണ്. അതായത് കീഴ്ക്കോടതി വിധി ശരിവെക്കുകയാണ്. ഇതോടൊപ്പം തന്നെ KK രമ നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ 24 പ്രതികളെ ഉൾപ്പെടുത്താം. അതിൽ 2 പേരുടെ കാര്യവും കൂടി ഇതിൽ വന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ അതും ഒരു ഇതുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ KK രമയെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു നേട്ടമായി കരുതാം. എന്തായാലും ഇതിന്റെ വിധിയുടെ പൂർണ്ണ വിശദാംശങ്ങൾ ലഭ്യമാകേണ്ടത് ശരിയാണ്. ഏറ്റവും നിർണായകമായ തീരുമാനമാണ് കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതികളുടെ ശിക്ഷ ശരിവെക്കുകയാണ് ഹൈക്കോടതി. 2 പേരെ വെറുതെ വിട്ട നടപടി റദ്ദാക്കിയിരിക്കുന്നു.